ഹലോ ഗായ്സ്, വെൽക്കം ടു വൺ ക്വസ്റ്റ്യൻ വൺ കൺസെപ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക് GTP അല്ലെങ്കിൽ ജി പ്രോട്ടീൻ സിഗ്നലിംഗ് പാത്വേ. അത് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജി പ്രോട്ടീൻ സിഗ്നലിംഗ്, ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റേഴ്സും അല്ലെങ്കിൽ എന്തെങ്കിലും ജി പ്രോട്ടീൻ പാത്വേ ആയിട്ട് റിലേറ്റ് ചെയ്ത് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ പൊതുവേ ആ ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റർ ആയിരിക്കാം, ചിലപ്പോൾ അതിന് സെക്കൻഡറി മെസ്സഞ്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഉള്ളിലേക്ക് വരുന്ന മെസ്സേജസിനുള്ള വേരിയേഷൻസ് എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ കഴിഞ്ഞ 2025 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ദ ഹെട്രോട്രൈമറിക് ജി പ്രോട്ടീൻ സിഗ്നലിംഗ് കമ്പോണൻറ്റ് ദാറ്റ് ഈസ് യുണീക്ലി പ്രസൻറ്റ് ഇൻ ദ പ്ലാന്റ് ലീനിയേജ്. അപ്പോൾ ഓൾമോസ്റ്റ് കുറേ ക്വസ്റ്റ്യൻ ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്ററിൽ ചോദിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് പ്ലാന്റ് ലീനിയേജിൽ നമ്മുടെ ജി പ്രോട്ടീൻ സിഗ്നലിംഗ് കമ്പോണൻറ്റിന് എന്താണ് വ്യത്യാസം വന്നിട്ടുള്ളത് എന്നാണ് 2025 CSIR ക്വസ്റ്റ്യൻ. സോ ഇതിൻ്റെ ഓപ്ഷൻസ് എങ്ങനെയാണ്? GTPase ആക്സിലറേറ്റിംഗ് പ്രോട്ടീൻ, ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റർ, റെഗുലേറ്റർ ഓഫ് ജി പ്രോട്ടീൻ സിഗ്നലിംഗ്, എക്സ്ട്രാ ലാർജ് ജി ആൽഫ സബ് യൂണിറ്റ്. അപ്പോൾ ഇതാണ് ഓപ്ഷൻസ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ജി പ്രോട്ടീൻ സിഗ്നലിംഗ് കമ്പോണൻറ്റ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് റിവൈസ് ചെയ്യാം. ആക്ച്വലി ഈ ജി പ്രോട്ടീൻ കമ്പോണൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുറമേ നിന്ന് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സിഗ്നലിംഗ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സിഗ്നലിംഗ് മോളിക്യൂളിന് ഡയറക്റ്റ് ആയിട്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല. അതിന് പകരം ഇവിടെ ഒരു റിസപ്റ്റർ ഒന്ന് ബൈൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു എഫക്റ്റ് ഉള്ളിലേക്ക് കടത്തിവിടാണ് ചെയ്യുന്നത്. ഡയറക്റ്റ്ലി അല്ലാതെ ഇതിൻ്റെ ഒരു എഫക്റ്റ് അകത്തേക്ക് വിട്ടിട്ട് ആ ഒരു സിഗ്നലിംഗ് നടക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് പൊതുവെ ആയിട്ടുള്ള ഒരു സെക്കൻഡറി മെസ്സേജിങ് എന്നാണ്. സെക്കൻഡറി മെസ്സേജിങ് സിസ്റ്റമാണ് ഇത് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്ററിൽ മെയിൻ ആയിട്ട് ഉള്ളത് ഇങ്ങനെ ഒരു ഇന്റർ മെംബ്രെയിൻ റിസപ്റ്ററാണ് ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റർ, GPCR എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതൊരു മെംബ്രെയിൻ, നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ്റെ ട്രാൻസ് മെംബ്രെയിൻ ആയിട്ടാണ് ഈ ഒരു റിസപ്റ്റർ ഉള്ളത്. ഈ റിസപ്റ്ററിൻ്റെ പുറമേക്കുള്ള ഈ ഒരു ഇതിലാണ് നമ്മുടെ സിഗ്നൽ മോളിക്യൂൾ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിസപ്റ്ററിൻ്റെ ഏറ്റവും ടെയിലായിട്ട് കാണപ്പെടുന്ന ആണ് ജി പ്രോട്ടീൻ്റെ സബ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. മെയിൻലി ആൽഫ സബ് യൂണിറ്റ് ഉണ്ട്, ബീറ്റ സബ് യൂണിറ്റ് ഉണ്ട് ആൻഡ് ഗാമ സബ് യൂണിറ്റ്സ് ആണ് മെയിൻലി GPCR സിഗ്നലിംഗ് ആക്ടിവേഷൻ ഹെൽപ്പ് ചെയ്യുന്ന സബ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള ഒരു ചേഞ്ച് വഴിയാണ് മെയിൻലി ഇന്റേണലായിട്ട് സെക്കൻഡറി മെസ്സേജിങ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ സബ് യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ഇതാണ് ജി ആൽഫ സബ് യൂണിറ്റ്. ജി ആൽഫ സബ് യൂണിറ്റിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഈ സബ് യൂണിറ്റിലാണ് നമ്മുടെ GDP വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, GDP ഇവിടെ വന്ന് ബൈൻഡ് ചെയ്തിട്ട് അത് GTP ഓൺ ആക്ടിവേഷൻ GTP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഈ ആൽഫ സബ് യൂണിറ്റിൻ്റെ ഭാഗത്താണെന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഇതുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും ജി ബീറ്റ ഗാമ ഡൈമർ ഉണ്ട്. ഈ ആൽഫ സബ് യൂണിറ്റ് പോയിട്ട് ബീറ്റ ഗാമ ഡൈമറിനെ ഡിസോസിയേറ്റ് ചെയ്യാൻ സഹായിക്കുകയാണ് GTP GDP മാറുമ്പോൾ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത് മെയിൻലി ഡൗൺ സ്ട്രീം ടാർഗറ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുള്ളത്. അപ്പോൾ GTP GDP ബൈൻഡിങ് വഴിയിട്ട് ആൽഫ സബ് യൂണിറ്റ് പോയിട്ട് എന്തായിട്ട് വരുന്നു, നമ്മുടെ ബീറ്റ ഗാമ സബ് യൂണിറ്റ് സെപ്പറേറ്റ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ജി ആൽഫ. പിന്നെ ബാക്കി ജി ബീറ്റയും ജി ഗാമയാണ് ഒരുമിച്ച് ഡൈമറായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. ഇനി മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഗ്യാപ്പ് പ്രോട്ടീൻസ് ഉണ്ട്, അതുപോലെ തന്നെ RGS പ്രോട്ടീൻസ് ഉണ്ട്. അതായത് GTPase ആക്സിലറേറ്റിംഗ് പ്രോട്ടീൻസ് ഉണ്ട്, അതുപോലെ തന്നെ GTPaseനെ റെഗുലേറ്റ് ചെയ്യുന്ന റെഗുലേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് GTP സിഗ്നലിങ്ങിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ കമൻറ്റിൽ ഇടാം, ഞാനത് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ ഒരു GTP പാത്വേ അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചോദിച്ചിട്ട് കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടാണ്. എങ്ങനെയാ? പ്ലാന്റിൽ ഇതെല്ലാ ആനിമൽസിലും, എല്ലാ യൂക്യാരിയോട്ടിക് ഓർഗാനിസം, പ്ലാന്റ്സ്, ആനിമൽസ് എല്ലാവർക്കും ഈ പറയുന്ന ഈ ജി പ്രോട്ടീൻ റിസപ്റ്റർ പാത്വേസ് ഉണ്ട്. പക്ഷേ പ്ലാന്റിനെ എന്താണ് അതിനൊരു ഡിഫറെൻ്റ് ആക്കി വയ്ക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാം സെയിം തന്നെയാണ്, ബട്ട് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് നമുക്കിത് പ്ലാന്റ് ബോഡിയുടെ നോക്കുകയാണെങ്കിൽ ജി ആൽഫ സബ് യൂണിറ്റ്, ഇതിൻ്റെ ജി ആൽഫ സബ് യൂണിറ്റ് ഈ ബീറ്റ ഗാമയെ സംബന്ധിച്ചിടത്തോളം വലുതായിരിക്കും. അതാണ് ഡിസ്റ്റിങ് ഫീച്ചർ ഓഫ് പ്ലാൻ കമ്പയർഡ് ടു അതർ യൂക്കാരിയോട്സ് എന്ന് ഓർത്തിരിക്കുക. ഈ എന്തുകൊണ്ടാണ് ഈ ഒരു ആൽഫ സബ് യൂണിറ്റ് പ്ലാന്റിൻ്റെ കേസിൽ വലുതായിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് മെയിൻലി പ്ലാന്റ് ഡെവലപ്മെൻറ്റിന് വളരെ അത്യാവശ്യമായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും എൻവിയോൺമെൻ്റൽ ആയിട്ടുള്ള റെസ്പോൺസും
റെസ്പോൺസിങ്ങിനെയൊക്കെ എല്ലാം തന്നെ ഈ പറയുന്ന ജി ആൽഫ സബ് യൂണിറ്റ് വലുതാവണം, അല്ലെങ്കിൽ ഒത്തിരി ഹോർമോൺ സിഗ്നലും കാര്യങ്ങളും പ്ലാന്റ്സിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനും ഈ പറയുന്ന ജി ആൽഫ സബ് യൂണിറ്റ് ആയാലാണ് ഇതെല്ലാം നടക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പ്ലാന്റ്സിൻ്റെ കേസിൽ ജി ആൽഫ സബ് യൂണിറ്റ് വലുതായിട്ട് തന്നെ ഇരിക്കുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും റിഗാർഡിങ് കൺസെപ്റ്റ് ഡിസ്കഷൻ വേണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും ഷെയറും ചെയ്യുക. സോ അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, സ്റ്റേ ട്യൂൺ.